ഗുഡ് മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മൈ സിസ്റ്റർ ഷൂടെ സീൻ 3 വരെ ആയിരുന്നു. അപ്പൊ സീൻ 3 നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് അതിന്റെ ചെറിയ എവിടെയാണ് കഴിഞ്ഞത് എന്നുള്ളതിന്റെ ഒരു ചെറിയ സമ്മറി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അതില് ലാസ്റ്റ് ഉണ്ടായത് എന്താന്ന് വെച്ചാല് അലി വെജിറ്റബിൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം വെജിറ്റബിൾ ഷോപ്പിൽ കയറിയപ്പോൾ അദ്ദേഹം ഷൂ അവിടെ പെട്ടി ബോക്സിന്റെ മുകളിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇറങ്ങിയപ്പോൾ ആ ഷൂ കാണുന്നില്ല. അപ്പൊ അദ്ദേഹം അലി അത് തപ്പുന്നതിന്റെ ഇടയ്ക്ക് വെജിറ്റബിൾ ബോക്സ് വീഴുകയും പിന്നെ വെജിറ്റബിൾ ആകെ ഫ്ലോറിൽ സ്കാറ്റേർഡ് ആവുകയും ചെയ്യും. അപ്പോ നമ്മുടെ ഷോപ്പ് കീപ്പർ ആയിട്ടുള്ള അക്ബർ അലിയുടെ അടുത്ത് ഷൗട്ട് ചെയ്യും, ഗെറ്റ് ഔട്ട് എന്ന് പറയും. അവിടെയാണ് സീൻ 3 എൻഡ് ചെയ്യുന്നത്. എന്നിട്ട് അത് കേട്ടിട്ട് അലി അവിടെ നിന്ന് പോകുന്നത് വരെ. അപ്പൊ സീൻ 4 സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ അലീസ് ഹൗസ് ആണ്. ഈ ഇൻസിഡന്റ് ഉണ്ടല്ലോ, അക്ബർ അവൻ അവിടെ നിന്ന് പുറത്താക്കിയതിന് ശേഷമുള്ള ഈ ഇൻസിഡന്റ്, അതാണ് അത്. അവൻ അതിനുശേഷം വീട്ടിലോട്ട് പോകും. അപ്പോ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ സീൻ 4 അലീസ് ഹൗസ്. സീൻ 4 സെറ്റിംഗ് അലിയുടെ ഹൗസ് ആണ്. Middle distance shot of Ali and his sister Zahra reading their textbooks, kneeling on the mattress. A baby's cry is heard faintly on the soundtrack. The camera closes in on Zahra, who is writing in a notebook, mumbling the words as she writes. Ali, how am I going to school without shoes? The camera moves back to middle distance. Now both Zahra and Ali are in the frame. Their parents' conversation on the other end of the room is heard on the soundtrack, interspersed with the sound of a hammer banging. Okay, ഇതുവരെ ആദ്യം നോക്കാം. അപ്പോൾ മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ട് ഓഫ് അലി ആൻഡ് ഹിസ് സിസ്റ്റർ സഹറ റീഡിംഗ് ദയർ ടെക്സ്റ്റ് ബുക്സ് നീലിംഗ് ഓൺ ദ മാട്രസ്. ഇപ്പൊ ഒരു മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ടാണ് കാണിക്കുന്നത്. നമ്മൾ ഈ സ്റ്റോറി തുടങ്ങിയപ്പോഴേ പറഞ്ഞിരുന്നു ഇതിൽ ഒരുപാട് ക്യാമറ ടെക്നിക്സിനെ പറ്റി, ഷോട്ട്സിനെ പറ്റി മജീദ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ടാണ്. മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ടിലാണ് അലിയെയും സഹറയും കാണിക്കുന്നത്. അവര് മാട്രസ് കിടക്കയില് മുട്ടുകുത്തി നിന്നിട്ട് അവരുടെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ടില് അലിയെയും സഹറയും കാണിക്കുന്നു. അവര് മാട്രസിൽ കിടക്കയിൽ ഇരുന്നിട്ട് മുട്ടുകുത്തി നിന്നിട്ട് അവരുടെ പുസ്തകം വായിക്കുകയാണ്. എ ബേബീസ് ക്രൈ ഈസ് ഹേർഡ് ഫെയിൻലി ഓൺ ദ സൗണ്ട് ട്രാക്ക്. അപ്പൊ ആ സൗണ്ട് ട്രാക്ക് ഉണ്ടല്ലോ, അവര് വായിക്കുന്ന സൗണ്ട് ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് ഒരു ബേബിയുടെ കരച്ചില്, ഒരു ചെറിയ കുഞ്ഞിന്റെ കരച്ചില് ആ സൗണ്ട് ട്രാക്കില് ഫീഡായിട്ട് ഒരു നേരത്തെ ശബ്ദം കേൾക്കാനുണ്ട്, ഒരു കുട്ടി കരയുന്നതിന്റെ. ദ ക്യാമറ ക്ലോസസ് ഇൻ ഓൺ സഹറ ഹു ഈസ് റൈറ്റിംഗ് ഇൻ എ നോട്ട്ബുക്ക്. അപ്പൊ നമ്മൾ തുടങ്ങിയപ്പോൾ ഇത് മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ട് ആയിരുന്നല്ലോ, പിന്നെ ഇത് ക്ലോസപ്പ് ഷോട്ടിലോട്ട് മൂവ് ചെയ്യും. ആ മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ട് കട്ട് ചെയ്തിട്ട് അവർ ക്ലോസപ്പ് ഷോട്ടില് സഹറ നോട്ട്ബുക്കിൽ എഴുതുന്നത് കാണിക്കും. മംബ്ലിംഗ് ദ വേർഡ്സ് ആസ് ഷീ റൈറ്റ്സ്. അപ്പോൾ സഹറ നോട്ട്ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവൾ എഴുതുന്നത് അവള് ഇങ്ങനെ വിസ്പർ ചെയ്തുകൊണ്ടിരിക്കുക, പതുക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അവൾ എഴുതുന്നത്. നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് വായിക്കില്ലേ, അതുപോലെ അവളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അലി ഹൗ ആം ഐ ഗോയിങ് ടു സ്കൂൾ വിത്തൗട്ട് ഷൂസ്. അവൾ അവളുടെ നോട്ടിൽ എഴുതുന്നത് ഇതാണ്: അലി ഹൗ ആം ഐ ഗോയിങ് ടു സ്കൂൾ വിത്തൗട്ട് ഷൂസ്. അലി, ഞാൻ നാളെ ഷൂ ഇല്ലാതെ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്. ഇതാണ് അവൾ ആ നോട്ടിൽ എഴുതിയിട്ടുള്ളത്. നൗ ബോത്ത് ദ ക്യാമറ മൂവ്സ് ബാക്ക് ടു മിഡിൽ ഡിസ്റ്റൻസ്. അപ്പോൾ ക്ലോസപ്പ് ഷൂട്ടിൽ നിന്ന് പിന്നെ മിഡിൽ ഡിസ്റ്റൻസിലേക്ക് ക്യാമറ മൂവ്സ് ബാക്ക് ചെയ്യും, ഒന്ന് പുറകോട്ട് വരും. എന്നിട്ട് നൗ ബോത്ത് സഹറ ആൻഡ് അലി ആർ ഇൻ ദ ഫ്രെയിം. അപ്പൊ ആ ഫ്രെയിമിൽ കാണിക്കുന്നത് അലിയെയും സഹറയും മാത്രമാണ്. Their parents' conversation on the other end of the room is heard on the soundtrack. അപ്പോ ഇവരിയ്ക്കുന്ന റൂമിന്റെ അപ്പുറത്തുള്ള റൂമിൽ നിന്ന്, അതായത് അനദർ റൂമിൽ നിന്ന് അവരുടെ പാരന്റ്സ്, മദറിന്റെയും ഫാദറിന്റെയും കോൺവെർസേഷൻ ആ സൗണ്ട് ട്രാക്കിൽ കേൾക്കുന്നുണ്ട്. ഇന്റർസ്പേഴ്സ്ഡ് വിത്ത് ദ സൗണ്ട് ഓഫ് എ ഹാമർ ബാങ്ങിങ്. അപ്പോ അതിന്റെ ഇടയിൽ ഒരു ഇടവിട്ടിട്ടുള്ള ഹാമർ ബാങ് ചെയ്യുന്ന സൗണ്ട് ഉണ്ട്. അപ്പോ ഇത് വീട്ടിലുള്ള ഒരു സീനാണ്. ഇവിടെ എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് പറയുന്നത് അലി സഹറയുടെ അടുത്ത്
അലിയും സഹറയും തമ്മിൽ ഷൂ മിസ്സായല്ലോ, ഇക്കാര്യം അവർ സംസാരിച്ചു. പക്ഷെ ഈ കാര്യത്തെ പറ്റി അവർക്ക് പബ്ലിക്കായിട്ട് വീട്ടിൽ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇത് ഡിസ്കസ് ചെയ്യുന്നത് അഥവാ ഫാദർ കേട്ടിട്ടുണ്ടെങ്കിൽ ഫാദറിന്റെ അടുത്തുനിന്ന് അലിക്ക് ഒരുപാട് വഴക്ക് കേൾക്കും. പിന്നെ ഇവർക്ക് പുതിയൊരു ഷൂ വാങ്ങിക്കാനുള്ള പൈസയൊന്നും ഇപ്പൊ ഇവരുടെ കയ്യിലില്ല. അതുകൊണ്ട് അലിയും സഹർ ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നോട്ട്ബുക്കിലൂടെ എഴുതിയിട്ടാണ്. അപ്പൊ അലിയോട് സഹറ ഫസ്റ്റ് എഴുതി ചോദിക്കുകയാണ്, ഹൗ ആം ഐ ഗോയിങ് ടു സ്കൂൾ വിത്തൗട്ട് ഷൂസ്? ഷൂസ് ഇല്ലാതെ നാളെ ഞാൻ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? അപ്പൊ പിന്നെ ക്യാമറ മൂവ്സ് ബാക്ക് ചെയ്തിട്ട് അപ്പൊ പിന്നെ അവരുടെ ആ കോൺവെർസേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുക. ആ ഫ്രെയിമിൽ അപ്പോ അലിയും സഹറയും മാത്രമേ ഉള്ളൂ. അതിന്റെ ഇടയ്ക്ക് അപ്പുറത്തെ റൂമിൽ നിന്ന് അനദർ റൂമിൽ നിന്ന് മദറിന്റെയും ഫാദറിന്റെയും കോൺവെർസേഷൻ കേൾക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ഒരു ഇടവിട്ടിട്ടുള്ള ഹാമർ ബാങ്ങിങ്ങും കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇതുവരെ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത പാർട്ട് നോക്കാം. Mother off screen. Go to your company store tomorrow. We don't have any formula left. Zahra passes her notebook to Ali. അപ്പൊ നമ്മൾ ഇവിടെ മൈൻഡിൽ വിചാരിക്കേണ്ടത് എന്താന്ന് വെച്ചാല്, ഒരിടത്ത് സഹറയും അലിയും നോട്ട്ബുക്കിലൂടെ എഴുതിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അപ്പുറത്ത് മറ്റൊരു റൂമിൽ നിന്ന് അമ്മയും അച്ഛനും സംസാരിക്കുന്ന സൗണ്ടും ഉണ്ട്. അപ്പൊ ഈ രണ്ട് ഇതും കൂടി മിക്സ് ചെയ്തിട്ടാണ് അവരുടെ വോയിസ്, മദറിന്റെയും ഫാദറിന്റെയും വോയിസും അലിയുടെയും സഹറയുടെയും സ്ക്രീനുമാണ് ഇപ്പൊ അവിടെ കാണിക്കുന്നത്. അവരുടെ ഇമേജും മദറിന്റെയും ഫാദറിന്റെയും വോയിസും ആണ് കേൾക്കുന്നത്. അപ്പൊ മദർ ഓഫ് സ്ക്രീൻ ആണ്. മദറിന് ആ സ്ക്രീനിൽ അപ്പൊ കാണിക്കുന്നില്ല. അപ്പൊ മദറിന്റെ വോയിസ് അവിടെ കേൾക്കാം. ഗോ ടു യുവർ കമ്പനി. അപ്പൊ മദർ ഫാദറിന്റെ അടുത്ത് പറയാണ്, ഗോ ടു യുവർ കമ്പനി സ്റ്റോർ ടുമോറോ. നിങ്ങൾ നാളെ നിങ്ങളുടെ കമ്പനി സ്റ്റോറിൽ പോണം. വി ഡോണ്ട് ഹാവ് എനി ഫോർമുല ലെഫ്റ്റ്. അപ്പൊ നിങ്ങള് നാളെ തൊട്ട് വർക്കിന് പോയി തുടങ്ങാം, അല്ലാതെ നമ്മുടെ മുന്നിൽ വേറൊരു ഫോർമുല, ഒരു വഴിയില്ല. കാരണം അവര് ഒരുപാട് ഫിനാൻഷ്യലായിട്ട് ഒരുപാട് ഡൗൺ ആണ്. അപ്പൊ അവര് മദർ ഫാദറിന്റെ അടുത്ത് പറയാണ്, നാളെ നിങ്ങൾ കമ്പനി സ്റ്റോറിൽ പോകണം വർക്കിന് വേണ്ടിയിട്ട്, അല്ലാതെ നമ്മുടെ മുന്നിൽ വേറൊരു വഴിയില്ലാന്ന് ഫാദറിന്റെ അടുത്ത് മദർ പറയും. അപ്പൊ സഹറ ആ സെയിം ടൈമിൽ സഹറ അവൾ എഴുതിയ നോട്ട് ഉണ്ടല്ലോ, നാളെ ഞാന് ഷൂ ഇല്ലാണ്ട് എങ്ങനെ സ്കൂളിൽ പോകും, ആ നോട്ട് അലിക്ക് ഷെയർ ചെയ്യും. അപ്പൊ ഇപ്പൊ മദർ പറഞ്ഞതിനുള്ള റിപ്ലൈ ഫാദർ പറയാണ് ഓഫ് സ്ക്രീനാ. കാരണം ഫാദറിനെയും മദറിനെയും കാണിക്കുന്നില്ല. സ്ക്രീനിൽ ആകെ കൂടെ കാണിക്കുന്നത് സഹറയെയും അലിയെയും ആണ്. അതിന്റെ അപ്പുറത്തുനിന്ന് നമുക്ക് കേൾക്കുന്ന കോൺവെർസേഷൻ ആരുടെയാ? ഇതിൽ ഉള്ള ഇമേജ് സഹറയുടെയും അലിയുടെയാണ്. പക്ഷെ വോയിസ് ഫാദറിന്റെയും മദറിന്റെയും. കാരണം ഇവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നോട്ട്സിലൂടെയും മദറും ഫാദറും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വേർഡ്സിലൂടെയാണ്. അപ്പൊ മദർ പറഞ്ഞല്ലോ, നാളെ നിങ്ങൾ വർക്കിന് പോകണം, അല്ലാണ്ട് നമ്മുടെ മുന്നിൽ വേറൊരു വഴിയില്ലാന്ന്. അപ്പോ ഫാദർ പറയാണ്, ഡോണ്ട് വറി, നീ പേടിക്കണ്ടെന്ന് ഫാദർ പറയും. എന്നിട്ട് ഫാദർ വീണ്ടും പറയാണ്, റഹീമക്കാസ് വൈഫ് ഹാഡ് എ സ്ലിപ്ഡ് ഡിസ്ക്, സർജറി മെയ്ഡ് ഇറ്റ് വോഴ്സ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താ വെച്ചാല്, ഇവിടെ അലിയുടെ മദർ ഒരു പേഷ്യന്റ് ആണ്. ഡിസ്കിന് കംപ്ലൈന്റ് ഉള്ള ഒരു പേഷ്യന്റ് ആണ്. അവര് ബെഡ് റിഡൻ ആണ്, കിടപ്പിലായ ഒരാളാണ്. സ്ലിപ്ഡ് ഡിസ്ക്. അപ്പൊ ഫാദർ ഇവരുടെ ട്രീറ്റ്മെന്റിന് ഇങ്ങനെ പോകുന്നോണ്ട് ഒരുപാട് നാളായിട്ട് വർക്കിന് പോകുന്നില്ല. അപ്പോ അതുകൊണ്ടാണ് മദർ പറയുന്നത്, നാളെ നിങ്ങൾ എന്തായാലും വർക്കിന് പോണം എന്ന് പറയുന്നത്. അപ്പോ അമ്മയുടെ രോഗത്തിനുള്ള ഒരു ഇതായിട്ട് ഫാദർ പറയുകയാണ്, റഹീമക്കാസ് വൈഫ് ഹാഡ് എ സ്ലിപ്ഡ് ഡിസ്ക്. റഹീമക്കയുടെ വൈഫിന് ഒരു സ്ലിപ്ഡ് ഡിസ്ക് ആയിരുന്നു. കാരണം അവരുടെ ഡിസ്ക് തെന്നിയതായിരുന്നു. സർജറി മെയ്ഡ് ഇറ്റ് വോഴ്സ്. അവരുടെ സർജറി, അത് ഡിസ്ക് തെന്നിയതിന്റെ പേരിൽ അവർക്ക് സർജറി ഒക്കെ ചെയ്തു. പക്ഷെ അത് അവരുടെ കണ്ടീഷൻ കൂടുതൽ മോശമാക്കാണ് ചെയ്തത് എന്ന് ഫാദർ പറയും. Alternate close-ups of Ali and Zahra listening to their parents' conversation and looking at each other. അപ്പോ ഇനി കാണിക്കുന്നത് സഹറയുടെയും അലിയുടെയും മാറി മാറിയുള്ള ക്ലോസപ്പ് ഷോട്ട്സ് ആണ്. അവര് അവരുടെ ഫാദറിന്റെയും മദറിന്റെയും കോൺവെർസേഷൻ ഹിയർ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ പറയുന്നത്.
അപ്പോ ഫാദറും മദറും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇവര് അത് ഹിയർ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് അവര് ദേ ലുക്കിംഗ് ഈച്ച് അതർ. അതാണ് ആ ഒരു ഷൂട്ടിൽ കാണിക്കുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? പിന്നെ കട്ട് ടു middle distance shot of mother laying on a bed towards the left of the frame, leaning back against two propped up pillows. Father is sitting on a chair beyond the bed near the wall, chopping wooden flints with a hammer on a block. Behind him are two ledges on which are seen some vessels and clothes. അപ്പം ഇനി നമ്മള് നേരത്തെ പറഞ്ഞത് അവസാനിച്ചത് അലിയും ജഹറയും ഫാദറിന്റെ കോൺവെർസേഷൻ ഹിയർ ചെയ്യുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അത് ക്ലോസപ്പ് ഷോട്ടിലാണ് കാണിച്ചത്. ഇനിയുള്ളത് മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ടിലാണ് കാണിക്കുന്നത്. അത് മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ട് ഓഫ് എ മദർ ലേയിങ് ഓൺ എ ബെഡ്. അമ്മ ബെഡില്, ഇവിടെയാണ് നമുക്ക് മനസ്സിലാവുക അമ്മ ബെഡ് റിഡൺ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെന്ന്. അമ്മ ബെഡിൽ കിടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ട് കാണിക്കുന്നുണ്ട് ടുവാർഡ്സ് ദ ലെഫ്റ്റ് ഓഫ് ദ ഫ്രെയിം. ആ ഷോട്ട് അമ്മ കിടക്കുന്നത് നമ്മുടെ ഈ ഷോട്ട് ഉണ്ടല്ലോ ഫ്രെയിമിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് അവര് കിടക്കുന്നതിന്റെ ഒരു മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ടാണ് കാണിക്കുന്നത്. ലീനിങ് ബാക്ക് അഗെയിൻസ്റ്റ് ടു പ്രോപ്ഡ് അപ്പ് പില്ലോസ്. അവര് ചാരി വെച്ച തലയിണയിലാണ് ഇരിക്കുന്നത്. തലയിണ ചാരി വെച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മളിപ്പോ നോർമലി കിടപ്പ് രോഗികൾ കിടക്കുന്നതില്ലേ, ഇങ്ങനെ ബാക്കിൽ തലയിണയൊക്കെ വെച്ചിട്ട് അതിന്റെ മുകളിലാണ് അമ്മയും കിടക്കുന്നത്. Father is sitting on a chair beyond the bed near the wall, chopping wooden flints with a hammer on a block. അപ്പോൾ നമ്മൾ സീൻ ഫസ്റ്റ് തുടങ്ങിയപ്പോ പറഞ്ഞല്ലോ ഫാദർ ഇങ്ങനെ നമുക്കൊരു ഹാമറിന്റെ ബാങ്ങിങ് കേൾക്കാന്ന് പറഞ്ഞല്ലോ. ആ ബാങ്ങിങ് സൗണ്ട് ഫാദർ അവിടെ വുഡൻ ഫ്ലിൻസ് മരപ്പലകകൾ കട്ട് ചെയ്യുന്നതിന്റെ ഹാമർ സൗണ്ട് ആയിരുന്നു. അത് ഇവിടെ പറയുന്നുണ്ട്. ഫാദർ ഇസ് അപ്പൊ മദർ അവിടെ ബെഡിൽ കിടപ്പിലാണല്ലോ. അപ്പൊ അവര് കിടക്കുന്നതിന്റെ അടുത്തായിട്ട് ഫാദർ ഒരു ചെയർ ഇട്ടിട്ട് അവിടെ ഇരിക്കുകയാണ്. ആ ബെഡിന്റെ അടുത്ത് വോളിനോട് ചേർന്നിട്ടാണ് ഇരിക്കുന്നത്. ചോപ്പിംഗ് വുഡൻ ഫ്ലിൻസ് വിത്ത് എ ഹാമർ. അവര് ഹാമർ ഉപയോഗിച്ചിട്ട് വുഡൻ ഫ്ലിൻസ് അതായത് മരപ്പലകകൾ ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൺ എ ബ്ലോക്ക് അവര് ഒരു വലിയ മരത്തിൽ നിന്ന് മരക്കഷ്ണങ്ങൾ ഇങ്ങനെ ചെറുതാക്കി ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫാദർ. ബിഹൈൻഡ് ഹിം ആർ ടു ലെഡ്ജസ് ഓൺ വിച്ച് ആർ സീൻ സം വെസൽസ് ആൻഡ് ക്ലോത്ത്സ്. അപ്പൊ ഫാദർ ഇപ്പൊ വോളിനോട് ചേർന്നിട്ട് ബെഡിന്റെ അടുത്ത് ഒരു ചെയറിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം വുഡൻ ഫ്ലിൻസ് ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ പുറകിലുള്ള വോളില് രണ്ട് ലെഡ്ജസ് ഉണ്ട്. ലെഡ്ജസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോക്കേസ് ഒക്കെ പോലെ മരം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ ആ ഷോക്കേസ് പോലത്തെ ലെഡ്ജസില് കുറച്ച് വെസൽസും ക്ലോത്ത്സും ഒക്കെ ഉണ്ട്. ക്ലോത്ത്സും വെസൽസും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ലെഡ്ജസ് ആണത്. അപ്പൊ ഫാദർ ഇരിക്കുന്നതിന്റെ പുറകിലായിട്ട് ലെഡ്ജസ് ഉണ്ട്, അവിടെ വെസൽസും ക്ലോത്ത്സും ഉണ്ട്. ഫാദർ യു ഷുഡ് ലേൺ ടു ലിവ് വിത്ത് ഇറ്റ്. അപ്പൊ ഫാദർ മദറിന്റെ അടുത്ത് പറയാ നീ യു ഷുഡ് ലേൺ ടു ലിവ് വിത്ത് ഇറ്റ്. അപ്പൊ ഫാദർ പറയാണ് നീ നിന്റെ ഈ രോഗം കൊണ്ട് ജീവിക്കാൻ പഠിക്കണം. കാരണം ഇവരുടെ രോഗം ഭേദമാക്കാൻ മറ്റൊരു സൊല്യൂഷൻ ഇവരുടെ അടുത്തില്ല. ബെറ്റർ ട്രീറ്റ്മെന്റ് എടുക്കാനുള്ള പൈസ ഇവരുടെ അടുത്തില്ല. അഥവാ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇവരുടെ കണ്ടീഷൻ കൂടുതൽ മോശമാക്കും എന്നുള്ള പേടി ഫാദറിനുണ്ട്. അതുകൊണ്ടാണ് ഫാദർ മദറിന്റെ അടുത്ത് പറയുന്നത് യു ഷുഡ് ലേൺ ടു ലിവ് വിത്ത് ഇറ്റ്. നീ നിന്റെ ഈ രോഗം കൊണ്ട് ജീവിക്കാൻ പഠിച്ചേ പറ്റുള്ളൂ എന്ന് പറയും. അങ്ങനെ ആ സീൻ അവിടെ കട്ട് ചെയ്തിട്ട് ക്ലോസപ്പ് ഓഫ് അലി റീഡിങ് ഫ്രം ദ ബുക്ക് സഹറ ഹാസ് പാസ്ഡ് ഓൺ ടു ഹിം. ഇവിടെ ജാസ് അല്ല കേട്ടോ, ഹാസ് ആണ്. അപ്പൊ ക്ലോസപ്പ് ഓഫ് അപ്പൊ ആ മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ട് കട്ടാക്കിയിട്ട് പിന്നെ അലീനെ കാണിക്കുന്നത് ഒരു ക്ലോസപ്പ് ഷോട്ടിലാണ്. അപ്പൊ അലി റീഡിങ് ഫ്രം ദ ബുക്ക്. അലി നേരത്തെ സഹറ എഴുതിയല്ലോ നാളെ ഷൂ ഇല്ലാണ്ട് ഞാൻ എങ്ങനെ സ്കൂളിൽ പോകുന്ന അലിക്ക് ഒരു നോട്ട് എഴുതിയില്ലേ. അപ്പൊ അലി ആ നോട്ട് സെഹറയുടെ നോട്ട്ബുക്കിൽ നിന്ന് വായിക്കുകയാണ്, ആ ഒരു നോട്ട്. എന്നിട്ട് ആ നോട്ട് സെഹറ പാസ് ചെയ്ത നോട്ട്ബുക്കിൽ നിന്ന് അലി ആ നോട്ട് വായിക്കുകയാണ്. അപ്പൊ മദർ ഓഫ് സ്ക്രീനിൽ നിന്ന് വീണ്ടും പറയാണ് വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു നത്തിങ് ഓൾ ഡേ.
നിങ്ങൾ എന്നെ കൊണ്ട് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്നെ കൊണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ കിടപ്പിലാണ്. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് മദർ ഫാദറിന്റെ അടുത്ത് ചോദിക്കുകയാണ്. അലി സ്റ്റാർട്ട്സ് റൈറ്റിംഗ് ഇൻ ദ നോട്ട്ബുക്ക്. അപ്പോൾ സെഹ്റ എഴുതി കൊടുത്തതിനുള്ള റിപ്ലൈ ആയിട്ട് അലി റിപ്ലൈ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അഗെയിൻ ഫാദർ ഓഫ് സ്ക്രീൻ എന്ന് പറയാണ്, വെൽ ദ ഡോക്ടർ ഹാസ് ഫോർബിഡൻ ടു വർക്ക്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നിന്നോട് ജോലിയൊന്നും ചെയ്യരുതെന്ന്. ഡോക്ടർ, അതായത് നീ പണി ചെയ്യുന്നതിൽ നിന്ന് നിന്നെ ഡോക്ടർ വിലക്കിയിട്ടുണ്ടെന്ന് ഫാദർ പറയും. അപ്പോ ഇവിടെ എന്താന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഈ നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നതും ഫാദറും മദറും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും നമുക്കിവിടെ കാണാം. അവരുടെ ഒരു കോൺവെർസേഷനും ഇവരുടെ ഒരു നോട്ട് പാസിങ് എഴുതിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതും കാണാം. അലി റൈറ്റ്സ് യു ക്യാൻ ഗോ ടു സ്കൂൾ വിത്ത് സ്ലിപ്പേഴ്സ്. അപ്പോൾ അലി എഴുതാണ്. അപ്പൊ സെഹ്റ നേരത്തെ എഴുതിയല്ലോ, അലി നാളെ ഞാൻ എന്ത് ധരിച്ചിട്ടാണ് സ്കൂളിൽ പോവാന്ന്. അപ്പൊ അലി പറയാണ്, യു ക്യാൻ ഗോ ടു സ്കൂൾ വിത്ത് മൈ സ്ലിപ്പേഴ്സ്. നിനക്ക് എന്റെ സ്ലിപ്പേഴ്സ് ധരിച്ചിട്ട് നാളെ സ്കൂളിൽ പോവാന്ന് പറയാണ്. മംബ്ലിംഗ് ദ വേർഡ്സ് ആസ് ഹി റൈറ്റ്. അപ്പൊ അവൻ അത് എഴുതുന്നത് വായിക്കുന്നതായിട്ട്, അതായത് അവൻ സീരിയസ് ആയി സ്റ്റഡി ചെയ്യും പോലെയാണ് അത് എഴുതുന്നത്. ആൻഡ് പാസസ് ദ നോട്ട്ബുക്ക് ടു സെഹ്റ. എന്നിട്ട് ആ നോട്ട്ബുക്ക് സെഹ്റയ്ക്ക് പാസ് ചെയ്യും. ക്ലോസപ്പ് ഓഫ് ദ നോട്ട്ബുക്ക്. പിന്നെ കാണിക്കുന്നത് ആ നോട്ട്ബുക്കിന്റെ ക്ലോസപ്പ് ആണ്. ഇത്രയൊക്കെയാണോ? അപ്പൊ മദർ വീണ്ടും ഓഫ് സ്ക്രീൻ എന്ന് പറയാണ്, കോക്കപ്പ് ഖാനംസ് സിസ്റ്റർ ഹാഡ് സർജറി ആൻഡ് ഷീ ഈസ് ഫൈൻ. അപ്പൊ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതെ കിടപ്പിലായിരിക്കുന്ന ഒരു അമ്മയാണ്. ആ അമ്മയോട് വർക്ക് ചെയ്യരുത്, വീട്ടിലെ പണിയൊന്നും എടുക്കരുത് എന്ന് ഡോക്ടർ ഫോർബിഡൻ ചെയ്തിട്ടുണ്ട്, വിലക്കിയിട്ടുണ്ട്. അപ്പോ ഒരു അമ്മയ്ക്ക് ഒരിക്കലും വീട്ടിൽ പണിയൊന്നും ചെയ്യാണ്ട് ഇരിക്കാൻ പറ്റില്ല. ഇവര് കാരണം ഫാദറിന് വർക്കിനോട്ട് പോകാനും പറ്റുന്നില്ല. അപ്പൊ ഫാദർ പറയാണ്, സർജറി ചെയ്യുന്നതും നല്ലൊരു ഓപ്ഷൻ അല്ല. സർജറി ചെയ്താൽ തന്നെ ഒരുപക്ഷെ നിന്റെ കണ്ടീഷൻ ഇതിലും കൂടുതൽ വേഴ്സ് ആവുകയുള്ളൂ. അതുകൊണ്ട് നമുക്കത് വേണ്ടെന്നുള്ള ഒരു നിഗമനത്തിലാണ് ഫാദർ എത്തുന്നത്. പക്ഷെ മദർ അതിനൊരു പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട് കൊടുക്കുകയാണ് ഇവിടെ. കോക്കപ്പ് ഖാനം സിസ്റ്റർ ഹാഡ് എ സർജറി ആൻഡ് ഷീ ഈസ് ഫൈൻ. അതായത് കോക്കപ്പ് ഖാനത്തിന്റെ സിസ്റ്റർക്ക് സർജറി കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് അവരിപ്പോ ഓക്കെ ആണെന്ന് മദർ പറയുക. അതുകൊണ്ട് തനിക്കും സർജറി വേണം എന്നായിരിക്കാം ഒരുപക്ഷെ അവർ മേ ബി ഉദ്ദേശിക്കുന്നത്. Cut to close-up of Zahra taking the notebook and reading what Ali has written in it. അപ്പൊ വീണ്ടും കാണിക്കുക. അപ്പൊ ഒരു മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ട് എന്നാണ് ഇപ്പൊ ഫാദറിന്റെയും മദറിന്റെയും, അതായത് ക്ലോസപ്പ് ഓഫ് നോട്ട്ബുക്ക് എന്നാണ് നമ്മുടെ ഫാദറും മദറും സംസാരിക്കുന്നത് ഓഫ് സ്ക്രീനിൽ നിന്ന്. ആ സൗണ്ട് നമുക്ക് ആ സൗണ്ട് ട്രാക്കിൽ കേട്ടത്. അപ്പൊ വീണ്ടും കട്ട് ടു ക്ലോസപ്പ് ഓഫ് സഹറ ടേക്കിംഗ് ദ നോട്ട്ബുക്ക് ആൻഡ് റീഡിങ് വാട്ട് അലി ഹാസ് റിട്ടൺ ഇറ്റ്. അപ്പൊ നോട്ട്ബുക്കിന്റെ ക്ലോസപ്പ് കട്ട് ചെയ്തിട്ട് ആ നോട്ട്ബുക്ക് ഇപ്പൊ സഹറ എടുത്തിട്ട് അലി അതിൽ എഴുതിയിരിക്കുന്നത് വായിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഫാദർ, ഡോണ്ട് എവർ തിങ്ക് അബൌട്ട് സർജറി. അപ്പൊ ഫാദർ മദറിന്റെ അടുത്ത് പറയാണ്, നീ ഇപ്പൊ ഒരിക്കലും സർജറിയെ പറ്റി ചിന്തിക്കരുത് എന്ന് പറയും. കാരണം അദ്ദേഹത്തിന്റെ അടുത്ത് പൈസ ഇല്ലാഞ്ഞിട്ടാവാം. ആൾട്ടർനേറ്റ് ക്ലോസപ്സ് ഓഫ് സഹറ ആൻഡ് അലി ലുക്കിംഗ് അറ്റ് ഈച്ച് അതർ. സഹറയും അലിയും പരസ്പരം നോക്കുന്നതിന്റെ ഒരുപാട് ക്ലോസപ്പ് ഷോട്ട്സ് ഇങ്ങനെ കാണിക്കുകയാണ്. ഇങ്ങനെ മാറിയിട്ടുള്ള ക്ലോസപ്പ് ഷോട്ട്സ് കാണിക്കുകയാണ്. ഫാദർ ഓഫ് സ്ക്രീൻ എന്ന് പറയുകയാണ്, ഐ ഡോണ്ട് വാണ്ട് യു ടു ബിക്കം എ ക്രിപ്പിൾഡ്. അതായത് സർജറി കഴിഞ്ഞാൽ നീ ഒരുപക്ഷെ ക്രിപ്പിൾഡ് ആവാം. ക്രിപ്പിൾഡ് മീൻസ് മൊടന്ത് വന്നിട്ട് നീ ഒരു മൊടന്തി ആവാം. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും നിന്നെ ഒരു മൊടന്തി ആയിട്ട് കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഫാദർ പറയും. കട്ട് ടു ക്ലോസപ്പ് ഓഫ് സഹറ റൈറ്റിംഗ് ഇൻ ദ നോട്ട്ബുക്ക്. എന്നിട്ട് വീണ്ടും അപ്പോൾ നമ്മുടെ അലി എഴുതിയ നോട്ട് സഹറ വായിച്ചല്ലോ, യു ക്യാൻ ഗോ ടു സ്കൂൾ വിത്ത് മൈ സ്ലിപ്പേഴ്സ് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അതിന് റിപ്ലൈ ആയിട്ട് സഹറ എഴുതുന്നതിന്റെ ക്ലോസപ്പ് ഷോട്ട് കാണിക്കുകയാണ്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത് നോക്കാം. Mumbling as she writes, Ali, you have some nerve. You lost my shoes. അപ്പോ അവളെ എഴുതുകയാണ്. എഴുതുന്നത് അവളിങ്ങനെ മെല്ലെ ഇങ്ങനെ മംബ്ലിങ് വിസ്പർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
വിസ്പർ മീൻസ് മന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അലി, യു ഹാവ് സം നെർവ്, യു ലോസ് മൈ ഷൂസ്. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നീ എന്തിനാ എന്റെ ഷൂ കളഞ്ഞത് എന്ന് അവൾ എഴുതുക. ഐ വിൽ ടെൽ ഡാഡ്, ഞാൻ അത് അച്ഛനോട് പറയും. ക്യു ക്ലോസപ്പ് ഓഫ് അലി ലുക്കിംഗ് അറ്റ് സഹറ. അപ്പോ പെട്ടെന്നുള്ള ക്ലോസപ്പ് ആണ്. പെട്ടെന്ന് അലി സഹറയെ നോക്കുന്നതായിട്ട് ഉള്ള ഒരു ക്ലോസപ്പ്. ആ ഒരു ക്ലോസപ്പ്, അതായത് അത്രയും അടുത്ത് നിന്നുള്ള ഒരു വീഡിയോ കാണിക്കും, ഒരു ഷോട്ട് കാണിക്കും. ഷീ പാസസ് ദ നോട്ട്ബുക്ക് ടു അലി. അങ്ങനെ അലിക്ക് അവൾ ആ നോട്ട്ബുക്ക്, അവളിപ്പോ എഴുതിയല്ലോ, അത് പാസ് ചെയ്യും. ക്ലോസപ്പ് ഓഫ് ദ നോട്ട്ബുക്ക്, എന്നിട്ട് ആ നോട്ട്ബുക്കിന്റെ ക്ലോസപ്പ് കാണിക്കും. ദ കോൺവെർസേഷൻ ഓഫ് ദെയർ പാരന്റ്സ് കണ്ടിന്യൂസ് ഓൺ ദ സൗണ്ട് ട്രാക്ക്. ആ സൗണ്ട് ട്രാക്കില് അവരുടെ പാരന്റ്സിന്റെ കോൺവെർസേഷൻ ഇങ്ങനെ അവർ ഓഫ് സ്ക്രീനിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നൗ ലെസ് ഓഡിയബിൾ, ഇപ്പൊ കുറച്ച് സൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. ഇന്റർസ്പേഴ്സ്ഡ് ബൈ ദ ബെസ്റ്റ് ഓഫ് ദ ഹാമർ ഓൺ ദ ബ്ലോക്ക്. അപ്പൊ എന്തുകൊണ്ടാ ഇപ്പോ അവരുടെ ഓഡിയോ ലെസ് ഓഡിയബിൾ ആയത്? കാരണം ഇപ്പൊ ഹാമർ ബാങ് ചെയ്തുകൊണ്ടിരിക്കുക, ഹാമർ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക മരം ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവരുടെ വോയിസ് ഒന്ന് മൈൽഡ് ആയിട്ടുണ്ട്. ക്ലോസപ്പ് ഓഫ് അലി റൈറ്റിംഗ് ഇൻ ദ നോട്ട്ബുക്ക്. പിന്നെ അലി ആ നോട്ട്ബുക്കിൽ സഹറയ്ക്കുള്ള റിപ്ലൈ എഴുതുന്നതിന്റെ ക്ലോസപ്പ് കാണിക്കുന്നുണ്ട്. ടു ക്ലോസപ്പ് ഓഫ് ഫാദർ വാക്കിംഗ് ഓൺ ദ അതർ എൻഡ് ഓഫ് ദ റൂം ലുക്കിംഗ് അറ്റ് ദ ക്യാമറ ഇന്റർസ്പേഴ്സ്ഡ് വിത്ത് ക്ലോസപ്പ് ഓഫ് അലി. പിന്നെ കാണിക്കുന്നത് ഫാദർ ആ റൂമിന്റെ ഒരറ്റത്തിരുന്ന് വോളിനോട് ചേർന്നിരുന്നിട്ട് വർക്ക് ചെയ്യുകയാണല്ലോ, അതിന്റെ രണ്ട് ക്ലോസപ്പ് കാണിക്കും. എന്നിട്ട് ദ റൂം ലുക്കിംഗ് അറ്റ് ദ ക്യാമറ. അപ്പൊ പിന്നെ ക്യാമറ ആ റൂമിനെ ഒന്നാകൊന്ന് ഓടിച്ചിട്ട് കാണിക്കും. ഇന്റർസ്പേഴ്സ്ഡ് വിത്ത് ക്ലോസപ്പ് ഓഫ് അലി ആൻഡ്. അതിന്റെ ഇടയിൽ തന്നെ ഇടവിട്ട് അലിയെയും സഹറയുടെയും ക്ലോസപ്പ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആ റൂമിന്റെ ഇമേജ് കാണിക്കുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ ഇടവിട്ട് അലിയുടെയും സഹറയുടെയും ക്ലോസപ്സ് കാണിക്കുന്നുണ്ട്. ആൻഡ് മിഡിൽ റേഞ്ച് ഷോട്ട് ഷോയിങ് ദം. പിന്നെ അവരുടെ ഒരു മിഡിൽ റേഞ്ച് ആയത്, അതായത് ഒരു പകുതിക്ക് നിന്നുള്ള അവരുടെ ഷോട്ട്, മിഡിൽ റേഞ്ച് ആയിട്ടുള്ള അവരുടെ ഷോട്ടും കാണിക്കുന്നുണ്ട്. ഇൻ ദ നോട്ട്ബുക്ക് ആൻഡ് പാസസ് ഇറ്റ് ടു സഹറ. അങ്ങനെ അലി ആ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് സഹറയ്ക്ക് പാസ് ചെയ്തു. സഹറ റീഡ്സ് വാട്ട് അലി ഹാസ് റിട്ടൺ ഇൻ ദ നോട്ട്ബുക്ക് ഇൻ എ വിസ്പർ. സഹറ അലി എഴുതിയത് ഒരു മന്ത്രണം പോലെ, ഒരു ചെറുതായിട്ട് മർമറിങ് പോലെ റീഡ് ചെയ്യാൻ തുടങ്ങി. സഹറ, ഇഫ് ഇനി അലി എഴുതിയത് എന്താന്നാ പറയുന്നത്. സഹറ, eat both of us. He doesn't have money to buy a pair of shoes. അപ്പൊ അലി എഴുതിയിരിക്കുന്ന നോട്ട് ഇതാണ്. സഹറ, ഇഫ് യു ടെൽ ഡാഡ്. സഹറ, നീ ഇപ്പൊ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ നമ്മളെ രണ്ടുപേരെയും അടിക്കും. ഹി വിൽ ബീറ്റ് ബോത്ത് ഓഫ് us because he doesn't have money. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല, പുതിയൊരു ഷൂ വാങ്ങിത്തരാൻ അദ്ദേഹം കയ്യിൽ പൈസ ഇല്ല എന്ന് അലി എഴുതി. അപ്പൊ സഹറ എഴുതുക, ആൻഡ് വാട്ട് ഷുഡ് ഐ ഡു. പിന്നെ ഞാൻ എന്താണ് ചെയ്യാന്ന് സഹറ എഴുതും. ഇൻ ദ നോട്ട്ബുക്ക് ആൻഡ് പാസസ് ഇറ്റ് ടു അലി. ആ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അലിക്ക് പാസ് ചെയ്യും. അലി റൈറ്റ്സ്, യു ക്യാൻ വിയർ മൈ സ്നീക്കേഴ്സ്. നിനക്ക് എന്റെ സ്നീക്കേഴ്സ് ധരിച്ചിട്ട് പോകുന്നതാണ്. ആൻഡ് പാസസ്, അങ്ങനെ എഴുതിയതിനു ശേഷം അത് പാസ് ചെയ്യുന്നു. നോട്ട്ബുക്കാണ്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നോട്ട്ബുക്കിലൂടെയാണ്. കാരണം ഇത്ര ലൗഡായിട്ട് ഈ ഷൂ മിസ്സായ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ രണ്ടുപേരെയും ഫാദർ അടിക്കും. അവർക്ക് ഫാദറിന്റെ കയ്യിൽ ഇപ്പോ ഒരു പുതിയ ഷൂ വാങ്ങിക്കാനുള്ള പൈസയൊന്നുമില്ല. അപ്പം യു ക്യാൻ വിയർ മൈ സ്നീക്കേഴ്സ് അലി എഴുതി. അപ്പോ എന്നിട്ട് ആ നോട്ട്ബുക്ക് സഹറയ്ക്ക് പാസ് ചെയ്തു. അപ്പൊ സഹറ എഴുതുന്നതാണ്, ഐ വിൽ വിയർ ദം വെൻ യു ആർ ബാക്ക് ഫ്രം സ്കൂൾ. അപ്പൊ സഹറ എഴുതുകയാണ്, ഞാനത് ധരിച്ചോളാം വെൻ യു ആർ ബാക്ക് ഫ്രം സ്കൂൾ. നീ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഞാനത് ധരിച്ചോളാം എന്ന് അവള് പറയും. ഡ്യൂറിങ് ദ പാസിംഗ് ഓഫ് ദ നോട്ട്ബുക്ക് ബാക്ക് ആൻഡ് ഫോർ. അങ്ങനെ അവരുടെ നോട്ട്ബുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതിന്റെ ഇടയ്ക്ക് ആ നോട്ട്ബുക്കിന്റെ ക്ലോസപ്പ് ആൻഡ് ഹാൻഡ്സ് ആർ വിസിബിൾ ഇൻ ദ ഫ്രേസ്. അപ്പൊ ഇങ്ങനെ നോട്ട്ബുക്കിൽ എഴുതുന്നു, പാസ് ചെയ്യുന്നു. ഇതന്നെ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ്. അതുകൊണ്ട് തന്നെ ആ ഹാൻഡ്സും ആ പാസിംഗ് ഓഫ് നോട്ട്ബുക്ക് മാത്രമാണ്, ഹാൻഡ്സും നോട്ട്ബുക്കും മാത്രമാണ് ഇപ്പൊ ആ ഫ്രെയിമിലുള്ളത്. Close-up of Zahra writing. The stub of her pencil Briggs put his pencil on the notebook for her to write.
ഇപ്പൊ സഹറ എഴുതുന്നതിന്റെ ക്ലോസപ്പ് ആണ് കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നോട്ടിൽ എഴുതുന്നതിന്റെ ഇടയ്ക്ക് അവരുടെ പെൻസിലിന്റെ മൊന, അതായത് നമ്മൾ എഴുതുന്ന ഭാഗം ഉണ്ടല്ലോ, അത് പൊട്ടിപ്പോവും. അപ്പൊ അലി അവന്റെ പെൻസിൽ എടുത്തിട്ട് ആ നോട്ട്ബുക്കിൽ വെക്കും. അവർക്ക് എഴുതാൻ വേണ്ടിയിട്ട് അലി അവന്റെ പെൻസിൽ എടുത്ത് ആ നോട്ട്ബുക്കിൽ വെക്കും. സഹറ ഡസ് നോട്ട് ടേക്ക് ദ പെൻസിൽ, പക്ഷെ സഹറ ആ പെൻസിൽ എടുക്കില്ല. ക്ലോസപ്പ് ഓഫ് പെൻസിൽ ലേയിങ് ഓൺ ദ നോട്ട്ബുക്ക്. ഇവിടെയാണ് നമ്മുടെ, അപ്പോ ഈ ഇത് എൻഡ് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ഈ സീൻ 4 എൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ പെൻസിലിന്റെ ക്ലോസപ്പ് കാണിക്കാതെ നോട്ട്ബുക്കിൽ ഇങ്ങനെ കിടക്കുന്നതിന്റെ, പെൻസിൽ നോട്ട്ബുക്കിൽ കിടക്കുന്നതിന്റെ ഷോർട്ടപ്പ് ക്ലോസപ്പ് കാണിച്ചിട്ടാണ് ഈ സീൻ ഇവിടെ എൻഡ് ചെയ്യുന്നത്. അപ്പോ ഇതിലെ ഫസ്റ്റ് സീൻ, സെക്കൻഡ് സീൻ, തേർഡ് സീൻ, ഫോർത്ത് സീൻ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണ്. അപ്പോ ഇനി നമുക്ക് ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, ഒരു സമ്മറി, പിന്നെ നമ്മുടെ അലിയുടെ ക്യാരക്ടർ സ്കെച്ച്, ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ഇനി ഇനി നമുക്ക് ഇതിലെ ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. നമ്മുടെ ടെക്സ്റ്റിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഒരു 10-12 ക്വസ്റ്റ്യൻസോളം ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒന്ന് ആൻസേഴ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ എല്ലാവരും നോക്കിയിട്ട് പോകണം. The scene begins with a close-up shot. What frame would a filmmaker normally use when the characters Cobbler and Ali speak? The scene begins with a close-up shot. അപ്പൊ നമ്മുടെ ഈ സീൻ ഫസ്റ്റ് ഉണ്ടല്ലോ, അത് ബിഗിൻ ചെയ്യുന്നത് ക്ലോസപ്പ് ഷോട്ടോട് കൂടിയിട്ടാണ്. നോർമലി ഏത് ഷോട്ടാണ് ഫിലിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സീൻ ഫസ്റ്റിലൊക്കെ ഫിലിം മേക്കേഴ്സ് യൂസ് ചെയ്യാന്നാണ് ക്വസ്റ്റ്യൻ. നോർമലി നമ്മൾ മീഡിയം ഷോട്ടിലാണ് ഫിലിംസ് എടുക്കുക. ഇവിടെ പക്ഷേ ക്ലോസപ്പ് ഷോട്ടിലാണ് ഫിലിം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്, apart from the cobbler shop, what other details do you get about the space in which the actions in scene 1 take place? അപ്പോ നമ്മൾ പറഞ്ഞല്ലോ, സീൻ ഫസ്റ്റിലെ ആക്ഷൻസ് എല്ലാം കോബ്ലറുടെ ഷോപ്പിലാണ്. അത് കൂടാണ്ട് അതിൽ കുറച്ച് സെറ്റിങ്സ് കാണിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എ സ്ട്രീറ്റ് ഡോർ വിത്ത് കർട്ടൻ ഹാങ്ങിങ് ഓൺ ഇറ്റ് വിച്ച് അപ്പിയേഴ്സ് ടു ഓപ്പൺ ഇൻ ടു എ റോ ഹൗസ്. നമ്മൾ പറഞ്ഞല്ലോ, കോബ്ലറുടെ ഷോപ്പിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കർട്ടൈൻഡ് ഡോർ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുന്നത് ഒരു റോ ഹൗസിലേക്കാണ്. അതാണ് ഇതിന്റെ ആൻസർ. അതായത് അപ്പാർട്ട് ഫ്രം ദ കോബ്ലർ ഷോപ്പ്, കോബ്ലറുടെ ഷോപ്പ് അല്ലാതെ വാട്ട് അതർ ഡീറ്റെയിൽസ് ഡു യു ഗെറ്റ് അബൌട്ട് ദ സ്പേസ് ഇൻ വിച്ച് ദ, അതായത് സെയിം ഫസ്റ്റില് കോബ്ലറുടെ ഷോപ്പ് അല്ലാതെ കാണിക്കുന്ന സെറ്റിംഗ് ഏതാന്ന് അവർ ചോദിക്കുന്നത്. അപ്പൊ ആ കർട്ടൈൻഡ് ഡോർ അത് ഓപ്പൺ ചെയ്യുന്നത് ഒരു റോ ഹൗസിലേക്കാണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ക്യാരക്ടേഴ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ സീൻ ഫസ്റ്റ്? അപ്പൊ നമ്മൾ നോർമലി വിചാരിക്കുക അതിൽ 2 ക്യാരക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അല്ല, അതിൽ 3 ക്യാരക്ടേഴ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ സീൻ ഫസ്റ്റ്. 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. അതാരൊക്കെയാ? അലി, കോബ്ലർ ആൻഡ് എ മാൻ വിത്ത് എ പാസൽ. നമ്മൾ പറഞ്ഞില്ലേ, പാസലും കൊണ്ട് ഒരു മാൻ വന്നിട്ട് ആ കർട്ടൈൻഡ് ആയിട്ടുള്ള ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഒരു റോ ഹൗസിലേക്ക് പോകുന്നു. അപ്പൊ അദ്ദേഹം ഉണ്ട് ഇവിടെ. എത്രയോ ഓക്കെ അല്ലേ? നമുക്ക് വേഗം പറഞ്ഞു കേട്ടോ. In fourth question, in scene 1 and 2, close-up shots of the hands of the cobbler and Ali are shown. Do they serve any purpose? അപ്പം നമ്മൾ പറഞ്ഞല്ലോ, സീൻ ഫസ്റ്റിലും സെക്കൻഡിലും ക്ലോസപ്പ് ഷോട്ട്സ് ആണ് കാണിക്കുന്നത്. അതായത് ഹാൻഡ്സ് ഓഫ് ദ കോബ്ലർ ആൻഡ് അലി. സീൻ ഫസ്റ്റിൽ നമ്മൾ കാണുന്നുണ്ട് കോബ്ലറുടെ ഹാൻഡിന്റെ ഒരു ക്ലോസപ്പ് ഷോട്ട്, സെക്കൻഡില് പിന്നെ അലിയുടെ ഒരുപാട് ക്ലോസപ്പ് ഷോട്ട് കാണിക്കുന്നുണ്ട്. ഡു ദേ സെർവ് എനി പർപ്പസ്?
ഇങ്ങനെ ക്ലോസ് അപ്പ് ഷോട്ട്സ് വെച്ച് ഇത് കാണിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പർപ്പസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ദേ ആർ ഇൻ ക്ലോസ് അപ്പ് ബിക്കോസ് ദേ എംഫസൈസ് ദ വർക്ക് ദേ ആർ ഡൂയിങ്. അവർ ക്ലോസപ്പ് ഷൂട്ടിലാണ് ഉള്ളത്. കാരണം എന്താ വെച്ചാല് അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഉണ്ടല്ലോ. ഇപ്പൊ കോബ്ലർ ഷൂ സ്റ്റിച്ച് ചെയ്യാണ്. അലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്ക് ചുട്ടെടുക്കുന്ന നാൻ എടുത്തിട്ട് ഒരു വുഡൻ പ്ലാങ്കിന്റെ മുകളില് ഒരു ക്ലോത്ത് വിരിച്ചിട്ട് അതിലത് അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവര് രണ്ടുപേരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഈ രണ്ട് വർക്കിനെയാണ് ക്ലോസപ്പ് ഷോട്ടിൽ കാണിക്കുന്നത്. സോ ഇവിടെ ക്ലോസപ്പ് ഷോട്ട് ഉപയോഗിക്കുന്നതിന് ഇമ്പോർട്ടന്റ് ഉണ്ട്. കാരണം അവരുടെ വർക്കിനെ എംഫസൈസ് ചെയ്യാൻ, ഊന്നി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ക്ലോസപ്പ് ഷോട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് വിൽ ഷോ വാട്ട് കൈൻഡ്സ് ഓഫ് പീപ്പിൾ ആർ എക്സ്പെക്ടഡ് ഇൻ ദ ഫിലിം. അപ്പോ നമ്മൾ ഇത് കണ്ടല്ലോ, കോബ്ലറുടെ ഡ്യൂട്ടിയും അതുപോലെ തന്നെ അലി ഒരു ബേക്കറിയിലെ വർക്ക് ചെയ്യുന്ന അവന്റെ ഡ്യൂട്ടിയാണ് കാണിക്കുന്നത്. ഇതിലൂടെ നമ്മുടെ ഡയറക്ടർ കാണിക്കുന്നത് എന്താ വെച്ചാല് ഏത് ടൈപ്പിലുള്ള, അതായത് ഏത് ക്ലാസ്സിലുള്ള ക്യാരക്ടേഴ്സ് ആണ് നമ്മുടെ ഫിലിമിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്നാണ്, അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേയിലെ മെയിൻ ക്യാരക്ടേഴ്സ്. ഇത്രയും ഓക്കെ അല്ലേ? വേർ ഇസ് ദ ലൊക്കേഷൻ ഷിഫ്റ്റഡ്? എങ്ങോട്ടേക്ക് ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്തത്? അത് നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ടെക്സ്റ്റ് വെച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ വായിക്കാനുള്ളത്. കാരണം അതിൽ ലൊക്കേഷൻ ഫുഡ് പാത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതാണ് അവിടെ ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. വേർ ഇസ് ദ ലൊക്കേഷൻ ഷിഫ്റ്റഡ് ടു? ലൊക്കേഷൻ ഷിഫ്റ്റഡ് ടു ഫുഡ് പാത്ത് ഔട്ട്സൈഡ് ദ ബേക്കറി. അപ്പൊ ഫുഡ് പാത്ത് പുറത്തുള്ള ബേക്കറിയുടെ ഫുഡ് പാത്തിലാണ് നമ്മുടെ ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്തത്. ബേക്കറിയുടെ പുറത്തുള്ള ഫുഡ് പാത്തിലോട്ടാണ് ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്തത്. ഓക്കെ. വാട്ട് കുഡ് ബി ദ ക്യാമറ മൂവ്മെന്റ് ഇൻ ദിസ് സീൻ? എന്താണ് ക്യാമറ മൂവ്മെന്റ്? ഈ സീനിലെ ക്യാമറ മൂവ്മെന്റ്. വൈ ഇസ് ദ ക്യാമറ മൂവ്ഡ് ഇൻ ദിസ് മാനർ? അപ്പൊ ഇങ്ങനെ നമ്മൾ ജങ്ക് കളക്ടർ വരുന്ന സീനില്ലേ, അതായത് സീൻ 3 നമ്മുടെ ജങ്ക് കളക്ടറെ ഇങ്ങനെ ക്യാമറ മൂവ്മെന്റ് കാണിക്കുമ്പോൾ ഒരുപാട് ക്യാമറ മൂവ്മെന്റ്സ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. വൈ ഇസ് ദ ക്യാമറ മൂവ്ഡ് ഇൻ ദിസ് മാനർ? എന്തുകൊണ്ടാണ് ആ ക്യാമറ ആ മാനറിൽ ജങ്ക് കളക്ടറെ കാണിച്ചത്? അതായത് അദ്ദേഹം വരുന്നു, കുനിഞ്ഞിട്ട് സാധനം എടുക്കുന്നു, അതെടുത്തിട്ട് അദ്ദേഹത്തിന്റെ കാർട്ട് റിക്ഷയിലോട്ട് എറിയുന്നു. ഈ ഒരു സീൻ ഇങ്ങനെ ക്യാമറ മൂവ് ചെയ്തിട്ട് എങ്ങനെ കാണിക്കുന്നത്? എന്തുകൊണ്ട് അത് അങ്ങനെ കാണിച്ചു എന്നാ ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സംഭവം അല്ലേ, അതായത് ഇയാളെ കാണിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ ഇങ്ങനെ മൂവ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിനെ ബൂം ഓർ ക്രെയിൻ ഷോട്ട് എന്ന് പറയാ. ബൂം ഓർ ക്രെയിൻ ഷോട്ട്. അപ്പൊ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ക്യാമറ മൂവ്മെന്റിന് നമ്മൾ ബൂം ഓർ ക്രെയിൻ ഷോട്ട് എന്ന് പറയും. ടു ഷോ ദാറ്റ് ദ ജങ്ക് കളക്ടർ ഈസ് ടേക്കിംഗ് അവേ ദ ബണ്ടിൽസ് ഓഫ് ഷൂസ്. അപ്പൊ ഇവിടെ ക്രെയിൻ ഷോട്ട് യൂസ് ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ ജങ്ക് കളക്ടർ ആ ബണ്ടിൽസ് ഓഫ് ഷൂസ് എടുക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ക്രെയിൻ ഷോട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് 7th നോക്കാം. വാട്ട് ആർ ദ ഇവന്റ്സ് ടേക്കിംഗ് പ്ലേസ് ഇൻ സീൻ 3? അപ്പൊ നമ്മൾ ഇവിടെ സീൻ 3യുടെ ചെറിയൊരു ജിസ്റ്റ് ആണ് കൊടുക്കുന്നത്, ഒരു ചെറിയ മെയിൻ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഉൾപ്പെടുത്തിയ ഒരു സമ്മറി. അലി ഗോസ് ടു ദ വെജിറ്റബിൾ ഷോപ്പ്. അപ്പൊ സീൻ 3 എന്താ ഉണ്ടായത്? അലി വെജിറ്റബിൾ ഷോപ്പിലേക്ക് പോകും. ഹി ടേക്സ് ദ പൊട്ടാറ്റോസ് ആൻഡ് ആസ്ക് ദ ഷോപ്പ് കീപ്പർ ടു റൈറ്റ് ഇറ്റ് ഇൻ ദ അക്കൗണ്ട്. എന്നിട്ട് അവൻ പൊട്ടാറ്റോസ് എടുത്തിട്ട് ഷോപ്പ് കീപ്പറോട് ഇത് പറ്റിൽ എഴുതിക്കോളാൻ പറയും. അപ്പോൾ ഈ ജങ്ക് കളക്ടർ കംസ് ആൻഡ് കളക്ട് ദ ജങ്ക്. ജങ്ക് കളക്ടർ വന്നിട്ട് ജങ്കൊക്കെ കളക്ട് ചെയ്യും, അതായത് വേസ്റ്റ്. ഹി തിങ്സ് ദ ബണ്ടിൽ ഓഫ് ഷൂസ് ഈസ് ആൾസോ പാർട്ട് ഓഫ് ദ ജങ്ക്. ജങ്ക് കളക്ടർ വിചാരിക്കുന്നത് എന്താ വെച്ചാല് ആ ബ്ലാക്ക് ബാഗിൽ കെട്ടി വെച്ചിരിക്കുന്ന ബണ്ടിൽ ഓഫ് ഷൂ ഉണ്ടല്ലോ, അതും ജങ്കാന്ന് കരുതിയിട്ട് അദ്ദേഹം ഹി ത്രോസ് ഇറ്റ് ഇൻ ടു ദ കാർട്ട് ഇൻ ഹിസ് ഈഗർനെസ്. അദ്ദേഹത്തിന്റെ ധൃതിയിൽ അദ്ദേഹം ആ ബ്ലാക്ക് ബാഗ് എടുത്തിട്ട് അദ്ദേഹത്തിന്റെ കാർട്ടിലേക്ക്, ഈഗർനെസ് ധൃതി കേട്ടോ, ത്രോ ചെയ്യും. ഓക്കെ അല്ലേ? നമുക്ക് സീൻ 8, ഈഗർനെസ് ടു ലൊക്കേറ്റ് ദ ബണ്ടിൽ. അപ്പൊ ആ ഈഗർനെസ്സിൽ അദ്ദേഹം അത് ബണ്ടില് കാർട്ടിലേക്ക് എടുത്തെറിയും. അലി സ്കാറ്റേഴ്സ് വെജിറ്റബിൾസ് ഓൺ ദ ഗ്രൗണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ കണ്ടില്ലേ ആ ബോക്സിന്റെ ഇടയ്ക്ക് വെച്ച ഈ ബണ്ടിൽ ഓഫ് ഷൂ എടുക്കാൻ വേണ്ടിയിട്ട് അലി അതിന്റെ ഇടയ്ക്ക് ബോക്സിന്റെ ഇടയിലൂടെ കൈയും തലയൊക്കെ ഇടുമ്പോൾ ആ വെജിറ്റബിൾ ബോക്സ് മറിഞ്ഞിട്ട് ഫ്ലോറിലൊക്കെ വെജിറ്റബിൾ സ്കാറ്റേർഡ് ആവും. അതില്ലേ, അതാണ് അലി സ്കാറ്റേഴ്സ് വെജിറ്റബിൾസ് ഓൺ ദ ഗ്രൗണ്ട്.
The shopkeeper is angry and tells Ali to get lost. അങ്ങനെ നമ്മുടെ ഷോപ്പ് ആയിട്ടുള്ള അക്ബർക്ക ഭയങ്കര ആംഗ്രി ആയിട്ട് അലിയോട് ഗെറ്റ് ലോസ്റ്റ് ഒക്കെ പറഞ്ഞ് ഇറങ്ങി പോകാൻ പറയും. ഗെറ്റ് ഔട്ട് എന്നൊക്കെ പറയില്ലേ അവിടെ. ഇപ്പോൾ സീൻ 3 മെയിൻ ആയിട്ട് ഇത്ര ഇവന്റ്സ് ഉള്ളത്. ഇത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ 7th ക്വസ്റ്റ്യൻ. സീൻ 3 നടക്കുന്ന മെയിൻ ഇവന്റ്സ് ഏതൊക്കെയാണ് പറ്റുമെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ ഞാൻ തന്ന ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്നും ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കുക. പിന്നെ ക്വസ്റ്റ്യൻ 8 ക്വസ്റ്റ്യൻ 8 ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല, കുറച്ച് ലെങ്തി ആണ്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കണം. അതിലെന്താന്ന് വെച്ചാൽ ദ ടേക്കിംഗ് അവേ ഓഫ് ദ ബണ്ടിൽ ഓഫ് ഷൂസ് ബൈ ദ ജെയിൻ കളക്ടർ. 1 മിനിറ്റ്, ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു തരാം. എയ്ത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കണം കേട്ടോ. ദ ടേക്കിംഗ് അവേ ഓഫ് ദ ബണ്ടിൽ ഓഫ് ഷൂസ് ബൈ ദ ജെയിൻ കളക്ടർ. അപ്പോ സീൻ 8 മെയിൻ ഇവന്റ് എന്താണോ അങ്ങനെ എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ദ ടേക്കിംഗ് അവേ ഓഫ് ദ ബണ്ടിൽ ഓഫ് ഷൂസ് ബൈ ദ ജെയിൻ കളക്ടർ. അതിലെന്താന്ന് വെച്ചാല് ടേക്കിംഗ് അവേ ഉണ്ടല്ലോ, നമ്മുടെ ഷൂ എടുത്തിട്ട് ജെയിൻ കളക്ടർ പോകുന്നത്, അതാണ് മെയിൻ സീൻ ആയിട്ട് വരുന്നത്. പിന്നെ റീഡ് ചെയ്യണം. അലീസ് അതിൽ ചോദിക്കുന്നത് എന്താ വെച്ചാല് നമ്മുടെ അലിയുടെ ഫാമിലി കണ്ടീഷനെ പറ്റിയിട്ടാണ്. നമ്മുടെ ഫാദർ പറയില്ലേ, മറ്റേ ഒരാളുടെ മദർ പറയില്ലേ സിസ്റ്ററുടെ സർജറി ഫൈൻ ആയിരുന്നു എന്ന് പറയില്ലേ, ആ ഭാഗത്തായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പൊ ക്വസ്റ്റ്യൻ 9 നിങ്ങൾ എന്തായാലും റീഡ് ചെയ്യണം. അപ്പൊ അതിൽ ആ ക്വസ്റ്റ്യൻ 9 മെയിൻ ആയിട്ട് ചോദിക്കുന്നത് ഈ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആണ്, ഇവരുടെ ഈ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയിട്ടാണ്. അലീസ് ഫാമിലി ഈസ് പുവർ. എന്താ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഷൂ പോലും വാങ്ങിക്കാൻ ക്യാഷ് ഇല്ലാത്തവരാണ് അലിയുടെ ഫാമിലി ഭയങ്കര പുവറാണ്. വി സി അലി ബൈയിങ് തിങ്സ് ഓൺ ക്രെഡിറ്റ്. പിന്നെ നമ്മൾ കണ്ടു പറ്റിലാണ് അലി സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്, കാരണം കയ്യിൽ കൊടുക്കാൻ പൈസയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വെജിറ്റബിൾ ഷോപ്പിലൊക്കെ പറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷോപ്പ് കീപ്പർ പറയുന്നുണ്ട് ക്രെഡിറ്റ് അതിന്റെ ലിമിറ്റ് വിട്ടുപോയിട്ടുണ്ട്, നിങ്ങൾ ഇതിന്റെ പകുതിയെങ്കിലും അടയ്ക്കണം എന്നൊക്കെ അലിയുടെ അടുത്ത് അയാൾ വാൺ ചെയ്യുന്നുണ്ട്. ദ ഷോപ്പ് കീപ്പർ ടെൽസ് അലി ദാറ്റ് ദ ക്രെഡിറ്റ് ലിമിറ്റ് ഹാസ് റീച്ച്ഡ് ആൻഡ് ഹി ഷുഡ് ആസ്ക് ഹിസ് മദർ ടു പേ അറ്റ്ലീസ്റ്റ് പാർട്ട് ഓഫ് ദ പേയ്മെന്റ് ഡ്യൂ ടു ഹിം. അപ്പൊ നമ്മുടെ ഷോപ്പ് കീപ്പർ പറയുന്നുണ്ട് അലിയുടെ അടുത്ത് നിങ്ങളുടെ അതിര് വിട്ടു പോയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ പകുതിയിൽ അടയ്ക്കണം, എന്നാലും നിങ്ങൾക്ക് ഇനി അടുത്ത തവണ വരുമ്പോൾ സാധനം തരുമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവര് ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ ആണ്, അവര് ഭയങ്കര പുവർ ലിവിങ് കണ്ടീഷനിൽ ഉള്ളവരാണ് എന്നൊക്കെയാണ്. 10th ക്വസ്റ്റ്യൻ. ഇതില് 10th ക്വസ്റ്റ്യൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ തന്നെ പറയാം. അവിടെ നിങ്ങൾ റീഡ് ചെയ്യണം കേട്ടോ, ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ വായിക്കണം. അതിലെന്താന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് പറയുന്നത് ഇവരുടെ അലിയും സഹറിൻ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നിക്ക് ഏതാണ്, ആ ടെക്നിക്ക് ഇവിടെ ഡയറക്ടർ യൂസ് ചെയ്തത് എന്തിനാണ്, ആ ടെക്നിക്കിലൂടെ എന്താണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ദേ കമ്മ്യൂണിക്കേറ്റ് ബൈ റൈറ്റിംഗ് ഇൻ എ നോട്ട്ബുക്ക് ആൻഡ് പാസിംഗ് ദ നോട്ട്ബുക്ക് ടു ദ അതർ. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ, ഒരു നോട്ട്ബുക്കിൽ എഴുതും, അത് എന്നിട്ട് മറ്റേ ആൾക്ക് കൊടുക്കും, അതിനുള്ള റിപ്ലൈ അയാൾ എഴുതും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ട് പാസ് ചെയ്തിട്ടാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. They do that because they don't want to let the parents to know the laws of the shoes.
അപ്പൊ അവർ യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് റൈറ്റിങ്ങും പാസിംഗ് ഓഫ് നോട്ട്ബുക്സും ആണ്. അവർ അത് യൂസ് ചെയ്യാനുള്ള റീസൺ ആണ് ഇവിടെ ക്വസ്റ്റ്യനിൽ അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത്. കാരണം അവര് ദേ ഡോണ്ട് വാണ്ട് ടു ലെറ്റ് ദ പാരന്റ്സ്, അവരുടെ പാരന്റ്സ് ഇക്കാര്യം അറിയാൻ പാടില്ല. അവളുടെ ഷൂ ലോസ് ആയ കാര്യം അവളുടെ പാരന്റ്സ് അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് അവർ നോട്ട്ബുക്കിലൂടെ എഴുതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇനി 11th ക്വസ്റ്റ്യൻ. പിന്നെ നമ്മുടെ 11th ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നതെന്ന് വെച്ചാല് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇന്റർസ്പേഴ്സ്ഡ് ആയിട്ടുള്ള ബാങ്ങിങ് ഓഫ് ഹാമർ കേട്ടല്ലോ, ഹാമറിന്റെ ബാങ്ങിങ് സൗണ്ട്. അത് അവിടെ എന്താ ഡെലിബറേറ്റ് ആയിട്ടാണോ യൂസ് ചെയ്തിട്ടുള്ളത്, എന്തിനാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ്. കാരണം ആ സൗണ്ട് അവിടെ ഡെലിബറേറ്റ്ലി യൂസ് ചെയ്തതാണ്. അതായത് യാദൃച്ഛികമായിട്ട് യൂസ് ചെയ്തതൊന്നല്ല, അത് അവിടെ വേണം എന്ന് കരുതി തന്നെ യൂസ് ചെയ്തതാണ്. യെസ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഡെലിബറേറ്റ്ലി യൂസ് ചെയ്തതാണ്. ഇറ്റ് ടെൽസ് us that father of Ali is a worker with wood. അപ്പോ അത് ബാങ്ങിങ് സൗണ്ട് ഇല്ലേ, ഹാമറിന്റെ സൗണ്ട്, അത് കാണിക്കുന്നത് എന്താന്ന് വെച്ചാല് അലിയുടെ ഫാദർ വുഡ് കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതായത് ഒരു കാർപ്പന്റർ ആണ്. ആസ് ഹി ഈസ് എ ചോപ്പിംഗ് വുഡൻ ഫ്ലിൻസ് വിത്ത് എ ഹാമർ ഓൺ ദ ബ്ലോക്ക്. ഒരു വലിയ മരത്തിൽ നിന്ന് അദ്ദേഹം വുഡൻ ഫ്ലിൻസ്, ഇങ്ങനെ മരപ്പലകകൾ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സൗണ്ട്, ഹാമറിന്റെ സൗണ്ട് യൂസ് ചെയ്തിരിക്കുന്നത് മനഃപൂർവ്വം തന്നെയാണ്. ഓക്കെ. അപ്പോ ഇവിടെ 12th ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കണം കേട്ടോ. അത് അത്യാവശ്യം ലെങ്തി ആയതുകൊണ്ട് ഞാൻ ടൈപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ വായിക്കണം. അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാല് നോട്ട്ബുക്ക്, ഇവരിങ്ങനെ നോട്ട്ബുക്കിലൂടെയല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് എന്തിനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നതെന്ന്, ഈ കമ്മ്യൂണിക്കേഷൻ നോട്ട്ബുക്കിലൂടെയുള്ള ഈ കമ്മ്യൂണിക്കേഷൻ ത്രൂ നോട്ട്ബുക്ക് വൈ ദേ യൂസ്ഡ് ഹിയർ എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ. യെസ്, ഹി ഡസ്. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നോട്ട്ബുക്കിലൂടെയാണ്. As an example, we see the passing of the notebook between Ali and Zahra. Sorry, ഇവിടെ എന്താന്ന് വെച്ചാല് അദ്ദേഹം ഇവിടെ ഇൻവെന്റ് ചെയ്യുന്ന, അതായത് ഇംപ്ലൈ ചെയ്യുന്ന പുതിയ ടെക്നിക്ക് ഏതാണെന്നാണ്. അവര് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇവിടെ വേർഡ്സ് അല്ല അലിയും സഹറയും യൂസ് ചെയ്യുന്നത്. അവരെന്താ യൂസ് ചെയ്യുന്നത്, നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിട്ടാണ് അലി ആൻഡ് സഹറ, നോട്ട്ബുക്ക് ബിറ്റ്വീൻ അലി ആൻഡ് സഹറ അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ദേ ഡോണ്ട് വാണ്ട് ദെയർ പാരന്റ്സ് ടു നോ അബൌട്ട് ദ ലോസ് ഓഫ് ഷൂസ്. കാരണം അവർക്ക് അവരുടെ പാരന്റ്സ് ആ ഷൂ നഷ്ടപ്പെട്ടത് അറിയരുത് എന്ന് ഉള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് അവർ നോട്ട്ബുക്കിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. Ali will be scolded or even beaten if his father comes to know that he was careless enough to lose the shoes of Ali's father is not rich. Shoes of Ali's father is not rich. ഇവിടെ ഷൂസ് ഓഫ് കഴിഞ്ഞിട്ട് സഹറ എന്നുണ്ട് കേട്ടോ. ഷൂസ് ഓഫ് സഹറ. സഹറ എന്നും കൂടി ഉണ്ട് ഇവിടെ. അത് നിങ്ങളൊന്ന് ആഡ് ചെയ്യണേ ഇവിടെ എങ്ങനെ ആയിട്ട്. അപ്പൊ എന്താന്ന് വെച്ചാല് സഹറയുടെ ഷൂ നഷ്ടമായത് അറിയരുത് എന്ന് കരുതി പറയുന്നത്. If his father comes to know that, അവന്റെ അച്ഛൻ അത് അറിയുവാണെങ്കിൽ, he careless enough to is called beat. അത് അവൻ ഒരുപാട് വഴക്കും അവനെ അടി. ഫാദർ ചോദിക്കും, ഇല്ലാത്തവനാണോ നീ എന്ന് ചോദിക്കും. എന്നിട്ട് അലീസ് not rich enough to buy her another pair immediately. അവൾക്ക് വേറൊരു പെയർ ഓഫ് ഷൂ വാങ്ങി കൊടുക്കാനുള്ള പൈസ ഇപ്പൊ ഇല്ല. അതുകൊണ്ട് തന്നെ അത് സ്കോൾഡും ചെയ്യും, അവന് ബീറ്റും ചെയ്യും. ഇതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. അപ്പൊ ഞാൻ ഇവിടെ
9th വരെ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുള്ളൂ. 10th 11th 8th വരെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ നോട്ട് വേണമെങ്കിൽ എഴുതിയെടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഈ ഫയല് സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനും കൂടി ഒന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു. അപ്പൊ നിങ്ങൾ 9th തൊട്ടുള്ള ക്വസ്റ്റ്യൻ ആഡ് ചെയ്യണം. ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇനി നമുക്ക് അലിയുടെ ക്യാരക്ടർ സ്കെച്ച് നോക്കാം. അതിൽ തന്നെ ഇനി നോക്കാനുള്ളത് നമുക്ക് ഇതിന്റെ ഒരു സമ്മറിയും കൂടിയാണ്. അപ്പൊ നമുക്ക് അലിയുടെ ക്യാരക്ടർ സ്കെച്ച് നോക്കാം. നിങ്ങൾക്ക് ഞാൻ അതിന്റെ ഡൗൺലോഡഡ് PDF അയച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് നോക്കണം. അപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് അതൊന്ന് വായിച്ചു പോവാം. നിങ്ങൾ കേട്ടോളൂ കേട്ടോ. അലി ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ സ്ക്രീൻ പ്ലേ മൈ സിസ്റ്റർ ഷൂ ബൈ മാജിദ് മജീദ്. ഞാനിത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തായാലും പോയിട്ട് ആ PDF വായിക്കണം, നന്നായിട്ട് പഠിക്കണം. അപ്പോൾ അലി ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ സ്ക്രീൻ പ്ലേ. അലിയാണ് ഈ സ്ക്രീൻ പ്ലേയിലെ സെൻട്രൽ ക്യാരക്ടർ ആയിട്ടുള്ളത്. മൈ സിസ്റ്റർ ഷൂസ് ബൈ മാജിദ് മജീദി. മൈ സിസ്റ്റർ ഷൂ മാജിദ് മജീദിയുടെ മൈ സിസ്റ്റർ ഷൂ എന്ന കഥയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ അലിയാണ്. ഹി ഈസ് എ യങ് ബോയ് അബൌട്ട് 12 years. 12 വയസ്സുള്ള ഒരു പയ്യനാണ് അലി. ഹി ഈസ് ഹാർഡ് വർക്കിംഗ്. ഹി ടേക്സ് ഓൺ റെസ്പോൺസിബിലിറ്റീസ് ടു ഹെൽപ്പ് ഹിസ് ഫാമിലി. അലി ഒരുപാട് ഹാർഡ് വർക്കിംഗ് ആണ്. ഹി ടേക്സ് ഓൺ റെസ്പോൺസിബിലിറ്റി ടു ഹെൽപ്പ് ഹിസ് ഫാമിലി. അദ്ദേഹത്തിന്റെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ ഇത്ര ചെറുപ്പത്തിൽ തന്നെ 12 വയസ്സിൽ തന്നെ പണിക്കൊക്കെ ബേക്കറിയിൽ ഒക്കെ പോകുന്നത്. ഹി ഈസ് ഡീപ്ലി കണക്റ്റഡ് ടു ഹിസ് സിസ്റ്റർ സെഹറ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹെർ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്. ഹി ഈസ് ഡീപ്ലി കണക്റ്റഡ് ടു ഹിസ് സിസ്റ്റർ. അവന്റെ സിസ്റ്ററുമായിട്ട് ഒരുപാട് ആഴത്തിലുള്ള കണക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ അവളുടെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ അവന് പറ്റുന്നുണ്ട്. അലി മെയ്ഡ് സോ മെനി എഫേർട്സ് ടു സപ്പോർട്ട് ഹിസ് സിസ്റ്റർ ആൻഡ് ഇംപ്രൂവ് ദെയർ ലിവിങ് സിറ്റുവേഷൻ. അലി ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് അവന്റെ ഫാമിലിയെയും സിസ്റ്ററിനെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ലിവിങ് കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും. His father does not have a permanent job as he works at home. His mother was a bedridden. Their family was in financial crisis. അവന്റെ ഫാദറിന് ഒരു പെർമനന്റ് ആയിട്ടുള്ള ജോബ് ഇല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വീട്ടിലിരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു കാർപ്പന്റർ ആണല്ലോ. ഹി ഈസ് എ ബെഡ്രിഡൻ. അവന്റെ അമ്മ ഒരു കിടപ്പ് രോഗിയാണ്. ദെയർ ഫാമിലി വാസ് ഇൻ ഫിനാൻഷ്യൽ ക്രൈസിസ്. അവര് ഫിനാൻഷ്യലി ഒരുപാട് ഡൗൺ ആണ്. ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഹി കെയർസ് ഹിസ് സിസ്റ്റർ വെൽ. അവന്റെ സിസ്റ്ററിനെ നന്നായിട്ട് കെയർ ചെയ്യും. ഹി ഈസ് ക്യാപ്പബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഹിസ് റെസ്പോൺസിബിലിറ്റി ഫോർ എ ഫാമിലി. അവൻ ക്യാപ്പബിൾ ആണ്. അവന് ഫാമിലിയിലുള്ള റെസ്പോൺസിബിലിറ്റി, അവന്റെ ഫാമിലിയോടുള്ള റെസ്പോൺസിബിലിറ്റി എന്താന്ന് മനസ്സിലാക്കാൻ അവൻ ക്യാപ്പബിൾ ആണ്. വെൻ ഹിസ് ലോസ്റ്റ് ഹിസ് സിസ്റ്റേഴ്സ് ഷൂ ഹി റിക്വസ്റ്റ് ഹെർ not to disclose it to their father because he is afraid of his
father's anger. അപ്പോ അവന് എപ്പോഴാണോ അവന്റെ സിസ്റ്ററിന്റെ ഷൂ, അതായത് സഹറയുടെ ഷൂ നഷ്ടപ്പെടുന്നത്, അപ്പോ അവൻ സഹറയുടെ അടുത്ത് പറയുന്നുണ്ട് ഇക്കാര്യം ഫാദർ അറിയരുത്, കാരണം അവൻ ഇക്കാര്യം ഫാദർ അറിയുന്നത് ഭയപ്പെടുന്നുണ്ട്. കാരണം ഫാദറിന് ഇപ്പൊ വേറൊന്നും വാങ്ങിക്കൊടുക്കാൻ പൈസ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിൽ ഷൂവും കൂടെ ലോസ് ആയി എന്ന് അറിഞ്ഞാല് ഫാദർ അലിയെ സ്കോൾഡ് ചെയ്യാനും ബീറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫാദറിന്റെ ആങ്കറിന് പേടിച്ചിട്ട് അവൻ ഇതൊന്നും പറയരുത് എന്ന് സഹറയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് അലിയെ പറ്റിയുള്ളത്. ഞാനൊന്ന് വായിക്കാം, കേട്ടോളൂ. Ali is the central character in the screenplay My Sister's Shoe by Majid Majidi. He is a young boy about 12 years. He is hardworking. He takes on responsibility to help his family. He is deeply connected to his sister Zahra and understands her feelings and emotions. Ali made so many efforts to support his sister and improve their living situation. His father does not have a permanent job as he works at home. His mother was bedridden. Their family was in a financial crisis. He cares his sister well. He is capable of understanding his responsibility for a family. When he lost his sister's shoes, he requests her not to disclose it to their father because he is afraid of his father's anger. അപ്പൊ ഇത്രയാണ് അലിയുടെ ക്യാരക്ടർ സ്കെച്ച്. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊക്കെ വായിച്ചിട്ട് വേണം എക്സാമിന് പോവാൻ. നമ്മുടെ ഓണം എക്സാം ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സിന്റെ കൂടെ തന്നെ ഒരു ചെറിയ സമ്മറി ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതും കൂടെ വായിക്കണം. ഞാൻ അത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം, നിങ്ങൾ കേട്ടോളൂ. Ali receives his sister Zahra's pink shoes from the cobbler after repairing them. Then he enters a bakery and collects some baked naan, stacks them on a piece of cloth and ties the cloth into a bundle. After that, Ali goes into a vegetable shop, keeps the bundle of naan on top of vegetable box. അപ്പോൾ പറയുന്നത് എന്തായാലേ, അപ്പൊ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്യാം. നമുക്ക് സമ്മറി യൂസ് ചെയ്യാണ്ട് തന്നെ. അപ്പൊ നിങ്ങൾ അതൊന്ന് വായിക്കണം. അപ്പോൾ ആ സമ്മറി, ഞാൻ ഇവിടെ പറയുന്ന സമ്മറി കേട്ടിട്ട് നിങ്ങൾ പോയിട്ട് ഞാൻ അയച്ചു തന്ന സമ്മറി വായിക്കണം. അപ്പൊ എന്താന്ന് വെച്ചാൽ അലി കോബ്ലറുടെ അടുത്ത് അവന്റെ സിസ്റ്ററിന്റെ ഷൂ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് കോബ്ലർ അവന് ക്യാഷ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അവൻ ബേക്കറിയിൽ പോകും. ബേക്കറിയിൽ പോയിട്ട് നാന് ഉണ്ടാക്കിയിട്ട് അതൊക്കെ അടുക്കി വെച്ച് അതിന്റെ ബണ്ടിലും, അതുപോലെ തന്നെ നമ്മുടെ റിപ്പയർ ചെയ്ത ഷൂ ഒരു ബണ്ടിലാക്കിയിട്ടും ഇങ്ങനെ അതും കൊണ്ട് വെജിറ്റബിൾ ഷോപ്പിലേക്ക് പോകും. വെജിറ്റബിൾ ഷോപ്പിൽ വെച്ചിട്ട് അത് ബണ്ടിൽ ഓഫ് നാന് ബോക്സിന്റെ അടുത്തും മറ്റേത് ബണ്ടിൽ ഓഫ് ഷൂസ് ബോക്സിന്റെ ഇടയിലും വെക്കും. അങ്ങനെ അത് അവന് ലോസ് ആവും. കാരണം കളക്ടർ വന്നിട്ട് അത് ജങ്കാന്ന് എഴുതിയിട്ട് അയാളുടെ കാർട്ടിലേക്ക് എടുത്തെറിയും. പിന്നെ അതിനുശേഷം കാണിക്കുന്ന അലിയുടെ വീട്ടിലെ സീനാണ്. അവിടെ ബെഡ് റിഡൺ ആയിട്ടുള്ള ഒരു അമ്മയാണുള്ളത്. പെർമനന്റ് ജോബ് ഒന്നുമില്ലാതെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന കാർപ്പൻ്റർ ആയ ഒരു അച്ഛനാണുള്ളത്. പിന്നെ സ്കൂളിൽ പോകുന്ന സഹറ എന്ന് പറഞ്ഞ സിസ്റ്ററും ആണുള്ളത്. അപ്പൊ സഹറയുടെ ഷൂ മിസ്സായത് പാരന്റ്സ് അറിയാൻ പാടില്ല. കാരണം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അലിയെ സ്കോൾഡ് ചെയ്യാനും ബീറ്റ് ചെയ്യാനും എല്ലാം ചാൻസ് ഉണ്ട്. കാരണം പുതിയൊരു ഷൂ വാങ്ങിക്കാൻ അവർക്ക് പൈസ ഇല്ല. അതുകൊണ്ട് തന്നെ സിസ്റ്ററിനോട് ഇത് പറയരുതെന്ന് അവൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവര് നോട്ട്ബുക്കിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഫാദർ ആൻഡ് മദർ കമ്മ്യൂണിക്കേറ്റ് ത്രൂ വേർഡ്സ് ഫ്രം നെക്സ്റ്റ് റൂം ഓഫ് ദ ഹൗസ്. അങ്ങനെ ഒരു പെൻസിലിന്റെ സ്റ്റബ് ഒടിഞ്ഞിട്ട് അലി അവന്റെ പെൻസിൽ സഹറയ്ക്ക് എഴുതാൻ കൊടുക്കുന്ന ഇതും ആ ബുക്കിൽ പെൻസിൽ കിടക്കുന്നതുമായിട്ടുള്ള ഷോട്ടോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ പർട്ടിക്കുലർ സ്ക്രീൻ പ്ലേയുടെ സമ്മറി ഫോർ എൻഡ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തും ചോദിക്കാം.
ഇത്രയും ഭാഗം ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത് സീൻ 4ന്റെ സമ്മറിയാണ്. സീൻ 4ന്റെ സമ്മറിയോട് കൂടിയിട്ട് നമ്മുടെ ഈ സ്ക്രീൻ പ്ലേ ഇവിടെ കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 12 ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്തു. അതിൽ ഞാൻ 8 ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിൽ 8 ക്വസ്റ്റ്യൻ വരെ എഴുതിയിട്ടുള്ളൂ. 9th 10th 11th 12th ഒക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം പിന്നീട് ആൻസർ വായിക്കാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ചെറിയൊരു സമ്മറി ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച് ഓഫ് അലിയും ഡിസ്കസ് ചെയ്തു. ഇതിൽ ക്യാരക്ടർ സ്കെച്ച് ഓഫ് അലി എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നിങ്ങൾ അത് പഠിച്ചിട്ട് വേണം എക്സാമിന് പോവാൻ. പിന്നെ അതുപോലെ തന്നെ അതിലെ ചില 7ാമത്തെ ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ 10, 11, 12 ക്വസ്റ്റ്യൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാം പഠിച്ചിട്ട് വേണം പോവാൻ. പിന്നെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, നോർമലി എല്ലാവരും ഒരു സീൻ തുടങ്ങുമ്പോൾ മിഡിൽ ഷോട്ട് ആണ് യൂസ് ചെയ്യുക, ഇവിടെ ക്ലോസപ്പ് ഷോട്ട് ആണ് യൂസ് ചെയ്തത്. അപ്പോൾ അത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്ന് ചെറിയൊരു എക്സ്ട്രാക്ട് തന്നിട്ട് അതൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അലിയും സഹറിയും തമ്മിലുള്ള കോൺവെർസേഷൻ ചോദിക്കാം. അതുകൊണ്ട് ഇത്രയും പ്രിപ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ചാപ്റ്ററിന്റെ എക്സാം അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ ബൈ. നമുക്ക് ഇന്നത്തെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.